പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദേശീയ സേവാഭാരതിയുമായി ചേർന്ന് സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ഡയാലിസിസ് സെന്റർ എന്ന പേരിൽ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുന്നത്. ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 13-ന് മദ്രാസ് റെജിമെന്റ് സൗത്ത് വെസ്റ്റേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മഞ്ജിന്ദർ സിംഗ് നിർവഹിക്കും. 2022 മുതൽ ഫോർത്ത് ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള പ്രണവം ബിൽഡിംഗ് അതൊരാൾ അമ്പലത്തിന് ദാനമായിട്ട് കൊടുത്തതാണ്. ക്ഷേമകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കണം എന്ന് വില്ലിൽ എഴുതി വെച്ച് ഗണപതി ക്ഷേത്രത്തിൽ തന്നതാണ്. അങ്ങനെ കമ്മിറ്റി കൂടി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ടൈപ്പിൽ ഒരു ഭാഗമായിട്ട് ആ ബിൽഡിങ്ങിൽ കൊണ്ടുചെല്ലണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകത്തും ഇന്ത്യയിലും ക്ഷേമകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന സേവാഭാരതിയുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് പല പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. പഴവങ്ങാടി അമ്പലത്തിൻ്റെയും സേവാഭാരതിയുടെയും ഒരു കമ്മിറ്റി ചേർന്നിട്ടാണ് ഈ എലിജിബിളായിട്ടുള്ള ഡയാലിസിസ് പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഊരകത്ത് നമ്മൾ ഓൾറെഡി അത് നടത്തിയ ഒരു സക്സസ്ഫുൾ മോഡലുണ്ട്. 7 മാസമായിട്ട് വളരെ നല്ല രീതിയിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഡയാലിസിസ് പേഷ്യൻസിന് അവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നു.